സന്നിധാനത്ത് പോലീസുകാരുടെ ഫോട്ടോ എടുപ്പ് DGP നിരോധിച്ചിരിക്കുന്നു. 18-ാം പടിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഫോട്ടോഷൂട്ട് നടത്തിയത് വിവാദമായ സാഹചര്യത്തിലാണ് തീരുമാനം. പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെ ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തിയിരുന്നല്ലോ. അരുൺ, അപ്പോൾ അതിൻ്റെ ഒരു വിശദാംശങ്ങൾ കൂടി, അതായത് എങ്ങനെ ആ ഫോട്ടോഷൂട്ട് സംഭവിച്ചു, അത് വൈറലായി, ഒരുപക്ഷെ ഒരു വശത്തൂടെ അത് വിവാദവുമായി. എന്തായിരുന്നു DGP ഇതിനെതിരെ ഇപ്പോൾ ഉത്തരവ് നൽകിയിരിക്കുന്നത്? തീർച്ചയായും അത്തരത്തിലൊരു വിവാദമുണ്ടായതിനെ തുടർന്നാണ് ഇങ്ങനൊരു നടപടി, ഇങ്ങനൊരു DGPയുടെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അരുൺ കൊടുങ്ങൂർ നൽകുന്നതായിരിക്കും. തീർച്ചയായും ശബരിമലയെ സംബന്ധിച്ചോളം, ഭക്തരെ സംബന്ധിച്ചോളം ഏറെ വിഷമമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു പോലീസിൻ്റെ ഭാഗത്തുനിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് 18-ാം പടി എന്നത് ഭക്തരെ സംബന്ധിച്ചോളം ഏറെ പവിത്രമായ ഒന്നാണ്, പരിപാവനമായ ഒന്നാണ്. ഇരുമുടി കെട്ടുമായി തീർത്ഥാടകർ എത്തുന്ന ഒരു ഇടം, അവിടെയാണ് ഇത്തരത്തിലൊരു ഫോട്ടോഷൂട്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നടത്തിയിരിക്കുന്നത്. ഇത് വലിയ വിവാദമായിരുന്നു. ഈ ചിത്രങ്ങൾ പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ അത് വലിയ വിവാദമാകുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു കർശനമായ ഒരു നിർദ്ദേശം DGPയുടെ ഭാഗത്തു നിന്ന് നൽകിയിരുന്നത്. ഒരു കാരണവശാലും സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ മറ്റുള്ളവർ തന്നെ ഒരു തരത്തിലുള്ള ഒരു ഫോട്ടോഷൂട്ടും നടത്തരുത് എന്നുള്ള ഒരു കർശനമായ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഒരു ഭക്തരെ സംബന്ധിച്ചോളം, ഹൈന്ദവ സംഘടനകളെ സംബന്ധിച്ചോളം ഇത് പൊറുക്കാൻ പറ്റാത്ത ഒരു വിഷയമായി തന്നെയാണ് അത് കണക്കാക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ ചിത്രം പുറത്തു വന്നതോടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ, മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. കൃത്യമായി ഈ ചിത്രങ്ങൾ ലഭിച്ച ഉടൻ തന്നെ ഇത് വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ശബരിമലയിൽ ഇത്തരത്തിലുള്ള ഫോട്ടോഷൂട്ട് ഭക്തരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോഷൂട്ടും ഉണ്ടാകരുതെന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, DGP അടക്കമുള്ളവർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ആദ്യ ബാച്ച് പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് 18-ാം പടിയിൽ നിന്ന് ജോലി നോക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിൽ നിന്നും അടുത്ത ആളുകൾക്ക് ഡ്യൂട്ടി കൈമാറുന്ന സമയത്ത് ആണ് ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോഷൂട്ട് നടന്നത്. 18-ാം പടിയിലേക്ക് നിന്നുകൊണ്ട് ശ്രീകോവിലിന് തിരിഞ്ഞു നിന്നുകൊണ്ടുള്ള ഒരു ഫോട്ടോഷൂട്ടായിരുന്നു അവർ നടത്തിയിരുന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു വിവാദമായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വിധേയമാകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലം വലിയ രീതിയിലേക്ക് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നു. അതുതന്നെയാണ് ശബരിമലയിൽ ആചാര ലംഘനത്തിന് പോലീസ് തന്നെ കുടപിടിക്കുന്നു എന്നുള്ള ഒരു വലിയ വിമർശനമൊക്കെ തന്നെ ഈ വിഷയത്തിൽ വരികയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് DGPയുടെ ഒരു അടിയന്തരമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. അരുൺ, അത് ഈ പൊതുവായൊരു നിർദ്ദേശം കൂടി ഈ സമയത്ത് നമുക്ക് ഭക്തർക്ക് നൽകാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു ആചാര ലംഘനമായി തന്നെയാണല്ലോ കണക്കാക്കപ്പെടുന്നത്. അന്ന് 18-ാം പടിക്ക് മുകളിൽ ഫോൺ ഉപയോഗിക്കരുത് എന്നുള്ള നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട്. അത് നിർദ്ദേശമായി പറയേണ്ടി വന്നതാണ്. സാധാരണഗതിയിൽ അനുഷ്ഠിച്ചു പോരേണ്ടതാണ്. കാരണം അങ്ങനെയുള്ള ഒരു സ്ഥലമല്ലല്ലോ സന്നിധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പൊതുവായൊരു നിർദ്ദേശം ഭക്തർക്ക് തന്നെ നൽകുകയും അത് നടപ്പിലാക്കുകയും ചെയ്യേണ്ടവരാണ് പോലീസുകാർ. പക്ഷെ അതവർ ഈ 18-ാം പടിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കാണുന്ന രീതിയിൽ, ശ്രീകോവിൽ കാണുന്ന രീതിയിൽ തന്നെയുള്ളൊരു ഫോട്ടോഷൂട്ട് നടത്തുക എന്ന് പറയുമ്പോൾ അത് ആചാര ലംഘനമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിനെതിരെ ഒരു നടപടി വേണ്ടി വന്നത്. പക്ഷേ ഇത് പൊതുവായ ഒരു നിർദ്ദേശം എന്താണ്? അത് ഈ ഘട്ടത്തിൽ പോലീസുകാരുടെയും ഭക്തരുടെയും ഒക്കെ അറിവായി തന്നെ പറയാനും കഴിയും. അപ്പോൾ ഏതുവരെയാണ് ഈ മൊബൈൽ അനുവദിക്കുന്നത്? അത് മൊബൈൽ സൂക്ഷിക്കാൻ മറ്റ് സംവിധാനങ്ങളുണ്ടോ? അത് പ്രായോഗികമല്ല എന്നൊക്കെ ഭക്തർ പറഞ്ഞു കേട്ടു. എങ്ങനെയാണ് അതിൻ്റെ ഇപ്പോഴത്തെ രീതികൾ? വീണ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടായി മനസ്സിലാക്കേണ്ടത് ഏറ്റവും സുപ്രധാനമായ ഒരിടമാണ് ശബരിമല സന്നിധാനം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യ ഒരു വിഷയം തന്ത്രപ്രധാനമായ ഒരിടം, അതായത് തന്നെ കോടിക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന തീർത്ഥാടന കാലം. അങ്ങനെ ആ ഒരു പരിഗണന നൽകിക്കൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ശബരിമലയിൽ ഫോട്ടോഗ്രാഫി പൂർണ്ണമായും നിരോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടത്. ഇത്തവണ മാധ്യമങ്ങൾക്കടക്കം വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കുൾപ്പെടെ ഹൈക്കോടതിയുടെ ഒരു പ്രത്യേക നിർദ്ദേശപ്രകാരം നേരത്തെ തന്നെ ഈ വിവരങ്ങളൊക്കെ തന്നെ നൽകിയതിനു ശേഷം മാത്രമാണ് ഈ സന്നിധാനത്തേക്ക് കയറ്റിവിടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷമാണ് ഈ മാധ്യമങ്ങൾക്കടക്കം ശബരിമലയിലേക്ക് പ്രവേശനം അനുവദിച്ചത്. അതോടൊപ്പം തന്നെ നേരത്തെ വീണ സൂചിപ്പിച്ച പോലെ തന്നെ 18-ാം പടിക്ക് മുകളിലേക്ക് ഒരു കാരണവശാലും ഈ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്നതിനുള്ള ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഹൈക്കോടതി തന്നെയാണ് നേരിട്ട് ഇത്തരത്തിലുള്ള വിലക്ക്
യെസ്, അരുൺ കൊടുങ്ങൂരും മനോജ് വിവരങ്ങൾ നൽകുകയായിരുന്നു. അതിൽ ഈ ഫോട്ടോയിൽ കാണുന്നത്, ഈ ഫോട്ടോയാണ് വിവാദമായി മാറിയത്. അത് അവിടെ നിന്ന് പോലീസുകാർ 18-ാം പടിയിൽ നിന്ന് പോലീസുകാർ ഇങ്ങനെ ഫോട്ടോ എടുത്തതാണ്. അത് സമൂഹ മാധ്യമങ്ങളിൽ അവർ തന്നെ ഇടുകയും ചെയ്തു. അപ്പോൾ അത് വലിയ രീതിയിൽ പ്രചരിച്ചു. അവിടെ എങ്ങനെയാണ് ആചാര ലംഘനം ഉണ്ടായത് എന്നുള്ളത് വ്യക്തമാണ്. അതിനെതിരെയാണ് DGP ഇപ്പോൾ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്.